കുറച്ച് റവയും തേങ്ങയും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. വേണമെങ്കിൽ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ സേവ് ചെയ്ത് വയ്ക്കാൻ മറക്കണ്ട. ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് തേങ്ങ, 2-3 ചെറിയ ഉള്ളി, കുറച്ച് ചെറിയ ജീരകം, ഇത് മൂന്നും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് പൾസ് ചെയ്ത് ഒന്ന് ചതച്ചെടുക്കാം. ഇനി ഒരു കടായിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കണം. ഞാൻ എടുത്തിട്ടുള്ളത് സൺരാജ ഡെയിലിയുടെ ഡബിൾ റോസ്റ്റഡ് റവയാണ് കേട്ടോ. ഇതിന്റെ തരികളൊക്കെ ഒരേ സൈസിൽ കട്ട് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നന്നായിട്ട് പെരുകി വരും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ 1.5 കപ്പ് വെള്ളം എടുത്തത്. സാധാരണ റവയാണെങ്കിൽ 1 കപ്പ് വെള്ളം മതിയാവും. റവ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി റവയുടെ ചൂട് ചെറുതായി ഒന്ന് ആറുന്ന സമയത്ത് 1-2 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർത്ത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അതിനുശേഷം ഒരു റോളിംഗ് പിൻ വെച്ച് ഒരു 1/4 ഇഞ്ച് കനത്തിൽ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇനി ഒരു ഗ്ലാസ്സോ അതല്ലെങ്കിൽ കുപ്പിയുടെ അടപ്പോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഇതുപോലെ വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ബാക്കിയുള്ള മാവ് വീണ്ടും ഒന്നുകൂടെ ഒന്ന് പരത്തിയെടുത്ത ശേഷം ഇതുപോലെ വട്ടത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് നല്ല ചൂടായ എണ്ണയിൽ ഇട്ടിട്ട് വറുത്ത് കോരി എടുക്കാം. അപ്പൊ എണ്ണ ഇതുപോലെ അതിന്റെ മുകളിലേക്ക് തള്ളി തള്ളി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൂരിയൊക്കെ പൊങ്ങി വരുന്ന പോലെ നല്ല രീതിയിൽ പൊങ്ങി വരും കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. റവ കൊണ്ടുള്ള നല്ല അടിപൊളി നെയ്പത്തൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ആണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. താങ്ക്